നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. സ്ത്രീകൾ വലിയ ലക്ഷ്യങ്ങളെ സ്വപ്നം കാണുകയും അത് നേടുകയും വേണം. KLCWA വനിതാ ദിനാചരണ സമ്മേളനത്തിൽ ഡോക്ടർ ഉഷ ടൈറ്റസ് IAS. സ്ത്രീ ശക്തിയുടെ വിളംബരമായ വനിതാ ദിനം തിരുവനന്തപുരം അതിരൂപതയിൽ അൽമായ ശുശ്രൂഷയിലെ വനിതകളുടെ കൂട്ടായ്മയായ KLCWA വിവിധ പരിപാടികളോടെ ആചരിച്ചു. വിവിധ ഇടവകളിൽ നിന്നുമെത്തിയ വനിതകൾക്ക് സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ പ്രൊഫസർ ഐറിസ് കൊയിലോ നൽകിയ ക്ലാസ്സോടുകൂടിയാണ് വനിതാ ദിനാചരണം ആരംഭിച്ചത്. ജീവിതത്തിൽ സ്ത്രീകൾക്ക് തീരുമാനമെടുക്കാനും അഭിപ്രായം തുറന്നു പറയാനും അവസരം ലഭിക്കുമ്പോഴാണ് സ്ത്രീ ശാക്തീകരണം ആരംഭിക്കുന്നതെന്ന് തൻ്റെ ക്ലാസ്സിൽ ഐറിസ് ടീച്ചർ പറഞ്ഞു. വരുന്ന തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്കുള്ള പങ്കിനെക്കുറിച്ച് അതിരൂപത അൽമായ ശുശ്രൂഷ ഡയറക്ടർ റവറൻ ഡോക്ടർ മൈക്കിൾ തോമസ് പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച വനിതകളെ അതിരൂപത വികാരി ജനറൽ റവറൻ മോൺസിഞ്ഞോർ ഡോക്ടർ യൂജിനസ് പെരേര ആദരിച്ചു. തുടർന്ന് വിവിധ ഫെറോനകളിലെ വനിതകൾ അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി. സർക്കാർ വാഗ്ദാനം പാഴ്വാക്കായി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തിരുവനന്തപുരം വലിയതുറ കടൽപ്പാലം തകർന്നു. തിരുവനന്തപുരം വലിയതുറ കടൽപ്പാലം തകർന്നു. ശക്തമായ തിരതള്ളലിലാണ് രാജതുറ കടൽപ്പാലം എന്ന വലിയതുറ കടൽപ്പാലം തകർന്നത്. പാലം രണ്ടായി വേർപെട്ടു. ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു താഴ്ന്നു. രാവിലെ 8 മണിയോടെയാണ് സംഭവം. പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെയേറെ ആശ്രയിച്ചിരുന്ന ഒന്നാണ് വലിയതുറ പാലം. അതിനാൽ തന്നെ പാലത്തെ സംരക്ഷിക്കണമെന്നും ശക്തിപ്പെടുത്തണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന സർക്കാർ സമീപനം ഈ വിഷയത്തിലും തുടർന്നു. 2 വർഷം മുൻപ് പാലത്തിന്റെ കവാടം ശക്തമായ തിരയടിയിൽ വളഞ്ഞിരുന്നു. ഇത് പുനർനിർമ്മിക്കുമെന്ന് അന്നത്തെ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നടപടികളൊന്നും ഉണ്ടായില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലം തകർന്നിരിക്കുന്നത്. ജീവിതാനുഭവങ്ങളിൽ തളരാതെ സ്ത്രീകൾ ഉയർത്തെഴുന്നേൽക്കണം. ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. ഈ ലോകം പുരോഗതി കൈവരിക്കുന്നത് സ്ത്രീകളുടെ ശാക്തീകരണം യാഥാർത്ഥ്യമാക്കുമ്പോഴാണ്. ആയതിനാൽ തങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ തളരാതെ സ്ത്രീകൾ ഉയർത്തെഴുന്നേൽക്കണമെന്ന് തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പോലിത്ത അഭിവന്ദ്യ തോമസ് ജെ നെറ്റോ പറഞ്ഞു. വനിതാ ദിനത്തോടനുബന്ധിച്ച് വെള്ളയമ്പലത്ത് സാമൂഹ്യ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ നടന്ന വനിതാ ദിനാഘോഷ പരിപാടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു. അതിരൂപതയിലെ സ്ത്രീകളെ ശക്തിപ്പെടുത്തുന്നതിന് സാമൂഹ്യ ശുശ്രൂഷ വിലമതിക്കാനാവാത്ത പങ്ക് വഹിക്കുന്നുണ്ട്. അതിന് തെളിവാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിവിധ സ്വയം സഹായ സംഘങ്ങളുടെ സംരംഭങ്ങൾക്കായി 36 കോടി രൂപയുടെ വായ്പ വിവിധ ബാങ്കുകളുടെ സഹായത്തോടെ നൽകാനായത്. വനിതാ ദിനാചരണ ചടങ്ങുകൾക്ക് മുന്നോടിയായി നടന്ന സ്ത്രീകളുടെ ശിങ്കാരി മേളത്തെ മെത്രാപ്പോലിത്ത അഭിനന്ദിച്ചു. ഇന്ത്യൻ പ്രസിഡന്റ് വനിതകൾക്കായി നൽകിയ സന്ദേശത്തിൽ പറയുന്നത് പോലെ നമുക്കെല്ലാം കഴിയും. ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പ് കുമാരി ത്രേസ്യ ലൂയിസിനെയും ആർച്ച് ബിഷപ്പ് അഭിനന്ദിച്ചു. മാർച്ച് 22 അതിരൂപതയിൽ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ദിനമാചരിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി മാർച്ച് 22 വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ദിനമാചരിക്കണമെന്ന് ഇന്ത്യൻ സഭയുടെ ആഹ്വാനം അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും സന്യസ്ത ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും പാലിക്കണമെന്ന് തിരുവനന്തപുരം അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. രാജ്യത്ത് മതധ്രുവീകരണം സാമൂഹ്യ സൗഹാർദ്ദത്തെ തകർക്കുകയും ജനാധിപത്യത്തെ അപകടത്തിലാക്കുകയും ചെയ്യുന്ന ദുഃഖകരമായ സാഹചര്യം സംജാതമാകുന്നു. ന്യൂനപക്ഷ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിത്യസംഭവങ്ങളായി മാറിയിരിക്കുന്നതോടൊപ്പം ക്രൈസ്തവർക്ക് നേരെയുള്ള അക്രമ സംഭവങ്ങൾ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ മാർച്ച് 22 വെള്ളിയാഴ്ച കുരിശിന്റെ വഴിക്ക് ശേഷം 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന എല്ലാ ഇടവകകളിലും നടത്തി രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭിവന്ദ്യ മെത്രാപ്പോലിത്ത അഭ്യർത്ഥിച്ചു. സാധിക്കുന്നവർ ഒരു നേരത്തെ ഭക്ഷണം വർജിച്ച് പ്രാർത്ഥനയിൽ ഒന്നുചേരണം. ബൈബിൾ പാരായണം, രാത്രി ജാഗരണം, മുഴുവൻ രഹസ്യങ്ങളും ധ്യാനിച്ചുകൊണ്ടുള്ള ജപമാല എന്നിവയും ഇടവകകളിലും സന്യസ്ത ഭവനങ്ങളിലും വ്യക്തിപരമായും നടത്താൻ പരിശ്രമിക്കണമെന്ന് വിശ്വാസികൾക്കായി പുറത്തിറക്കിയ തന്റെ സർക്കുലറിൽ അതിരൂപത അധ്യക്ഷൻ നിർദ്ദേശിച്ചു. കാച്ചാണി ഇടവകയിൽ ഹോം മിഷൻ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ വിശുദ്ധ യൂദാ തദേവൂസിന്റെ നാമധേയത്തിലുള്ള കാച്ചാണി ഇടവകയിൽ
ഹോം മിഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മാർച്ച് 3 ഞായറാഴ്ച ക്രിസ്തുദാസ് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും ഇടവക വികാരിയും അതിരൂപത BCC എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുമായ ഫാദർ ഡാനിയലിന്റെ സഹകാർമ്മികത്വത്തിലും അർപ്പിച്ച ദിവ്യബലിയോടെയാണ് കുടുംബ കേന്ദ്രീകൃത അജപാലന യജ്ഞത്തിന് തുടക്കമായത്. സുവിശേഷത്തിലെ ക്രിസ്തു ദേവാലയ ശുദ്ധീകരണം നടത്തുന്ന വചനഭാഗം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇടവകയിലെ ഓരോ വ്യക്തിയും കുടുംബവും ദൈവം വസിക്കുന്ന ദേവാലയമാണെന്ന് വചന സന്ദേശത്തിൽ ഫാദർ ഡാനിയൽ ഓർമ്മപ്പെടുത്തി. ഹോം മിഷൻ പ്രവർത്തനങ്ങളോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് ഒരു ആത്മീയ നവീകരണത്തിലേക്ക് കടന്നു വരുവാൻ കുടുംബങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും കത്തിച്ചു തിരി സന്യസ്തർക്ക് നൽകി ഹോം മിഷൻ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. നാം ദൈവം വസിക്കുന്ന ആലയം. കഴക്കൂട്ടം ഫെറോന BCC സംഗമത്തിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. കഴക്കൂട്ടം ഫെറോനയിൽ BCC സംഗമം നടന്നു. മാർച്ച് 3 ഞായറാഴ്ച ഉച്ചയ്ക്ക് സെന്റ് ജോസഫ് ഇടവകയിൽ വെച്ച് നടന്ന സംഗമം ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ഉദ്ഘാടനം ചെയ്തു. ദൈവം വസിക്കുന്ന ആലയമാണ് നാം ഓരോരുത്തരും. അതിനാൽ തന്നെ മറ്റുള്ളവരിൽ ദൈവത്തെ ദർശിക്കാൻ സാധിക്കണമെന്നും അവർ ഏതവസ്ഥയിലായിരുന്നാലും മാനിക്കപ്പെടണമെന്നും തന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കഴക്കൂട്ടം ഫെറോന വികാരി റവറൻ ഫാദർ ജോസഫ് ബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫെറോന BCC കോർഡിനേറ്റർ ഫാദർ ഇമ്മാനുവൽ സ്വാഗതം പറഞ്ഞു. BCC ഭാരവാഹികൾക്കുണ്ടായിരിക്കേണ്ട നേതൃഗുണങ്ങളെക്കുറിച്ച് അതിരൂപത BCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ഡാനിയൽ ക്ലാസ് നയിച്ചു. ഭരിക്കാനുള്ള ഇടങ്ങളെല്ലാം മറിച്ച് മറ്റുള്ളവരെ കേൾക്കാനുള്ള ഇടങ്ങളാകണം BCC കൂട്ടായ്മകളെന്നും ആദിമസഭയുടെ ചൈതന്യം ഉൾക്കൊണ്ട് കൂട്ടായ്മയിൽ ജീവിക്കുന്ന സമൂഹങ്ങളായി നാം മാറണമെന്നും ക്ലാസ്സിൽ ഫാദർ ഡാനിയൽ പറഞ്ഞു. ദിവ്യബലിയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കാൻ സഹായിക്കുന്ന ക്ലാസ് ഒരുക്കി പുല്ലുവിള ഫെറോന മതബോധന സമിതി. യേശു ക്രിസ്തു തന്റെ ശരീരരക്തങ്ങൾ തന്നെ നമുക്ക് നൽകുന്ന കൂദാശയായ ദിവ്യബലിയെക്കുറിച്ചുള്ള ക്ലാസ് മതാധ്യാപകർക്ക് നൽകി പുല്ലുവിള ഫെറോന മതബോധന സമിതി. കൊച്ചുപള്ളി മെഡോണോ ഹാളിൽ വെച്ച് നടന്ന ക്ലാസ് ഫെറോന കോർഡിനേറ്റർ റവറൻ ഫാദർ ഗ്ലാഡിൻ അലക്സ് ഉദ്ഘാടനം ചെയ്തു. ഡീക്കൻ ഫ്രെഡി വർഗീസ് ക്ലാസ്സിന് നേതൃത്വം നൽകി. ആരും ദിവ്യബലി കാണാൻ വരുന്നവരല്ല, പങ്കെടുക്കാൻ വരുന്നവരാണ്. ദിവ്യബലിയിൽ സജീവമായി പങ്കുകാരാകുന്നതിന് ദിവ്യബലിയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളെയും പ്രതീകങ്ങളെയും കുറിച്ചുള്ള അറിവ് പങ്കുചേരുന്നവർക്കുണ്ടായിരിക്കണം. ഈ ക്ലാസ്സിൽ ലഭിച്ച അറിവുകൾ അധ്യാപകർ ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പകർന്നു നൽകും. മതബോധന അധ്യാപകരിലൂടെ നമ്മുടെ കുട്ടികൾ ദൈവത്തെ ആഴത്തിൽ അറിയണമെന്നും അതുവഴി കൂടുതൽ വൈദികരും സമർപ്പിതരും രൂപപ്പെടണമെന്നും അതിന് ഒരു ഉദാഹരണമാണ് താനെന്നും ഡീക്കൻ ഫ്രെഡി വർഗീസ് പറഞ്ഞു. വിവിധ ഇടവകകളിൽ നിന്നായി 162 മതബോധന അധ്യാപകർ പങ്കെടുത്തു. ലക്ഷ്യാധിഷ്ഠിത വാർഷിക പദ്ധതി നമ്മെ വളർച്ചയിലേക്ക് നയിക്കണം. ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ 2024-25 വാർഷിക പദ്ധതി അവതരണം നടന്നു. മാർച്ച് 10 ശനിയാഴ്ച രാവിലെ വെള്ളയമ്പലം ആനിമേഷൻ സെന്ററിൽ നടന്ന പാസ്റ്റർ കൗൺസിൽ യോഗത്തിലാണ് അതിരൂപത ശുശ്രൂഷകളുടെയും സ്ഥാപനങ്ങളുടെയും വാർഷിക പദ്ധതി അവതരിപ്പിച്ചത്. അതിനു മുന്നോടിയായി അതിരൂപത മെത്രാപ്പോലിത്ത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ആമുഖ പ്രഭാഷണം നടത്തി. സന്ദേശത്തിൽ ക്രിസ്തു അഞ്ചപ്പം കൊണ്ട് 5000 പേർക്ക് പങ്കുവച്ച വചനഭാഗം ഓർമ്മപ്പെടുത്തി. അതിരൂപതയുടെ പരിമിതമായ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് യേശുവിൻ്റെ കരം പിടിച്ച് സമൃദ്ധമായ വളർച്ചയിലേക്ക് കടക്കാൻ നമുക്കാകണമെന്ന് മെത്രാപ്പോലിത്ത പറഞ്ഞു. തുടർന്ന് വിവിധ ശുശ്രൂഷകളെയും സ്ഥാപനങ്ങളെയും 8 ഗണങ്ങളായി തിരിച്ച് 8 പേർ വാർഷിക പദ്ധതി അവതരിപ്പിച്ചു. ഓരോ വിഭാഗത്തിൻ്റെയും അവതരണത്തിന് ശേഷം അംഗങ്ങളുടെ നിരീക്ഷണത്തിനും അതിനുള്ള മറുപടിക്കും പ്രത്യേകം സമയം നീക്കിവച്ചിരുന്നു. യോഗത്തിൽ ഉയർന്നു വന്ന നിരീക്ഷണങ്ങൾ ഉൾക്കൊള്ളിച്ച് വാർഷിക പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകും. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.